ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രമ്യടമ്മേ, മര്യാദയോട് പറഞ്ഞല്ലോ. എന്താടാ കാര്യം പറഞ്ഞപ്പോ നിന്റെ രക്തം ചൂടായോ? വീടില്ലെങ്കിലേ ഒരു കുടിലുണ്ടാക്കാൻ പിരിവെടുക്കടാ. രുക്മിണിയുടെ പേര് തന്നെ തറയിൽ രുക്മിണി എന്നല്ലേ? ദേ രാധമ്മേ, ഈ തള്ളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും. ഒന്ന് അടങ്ങി നിക്ക് ജയന്റെ അമ്മേ. എന്തിനാ രുക്മിണി ബഹളം ഉണ്ടാക്കുന്നേ? എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ? ദേ ഇവൻ ഒരുത്തനി ഇവളും കൂടി എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്ത് എന്റെ കുടുംബം നശിപ്പിച്ചു. എന്നിട്ട് എന്താ പ്രശ്നമെന്നോ? അതൊക്കെ കഴിഞ്ഞില്ലേ രുക്മിണി? കമ്പവും കഴിഞ്ഞു, കാറ്റും പോയി. ഒരു കമ്പവും കഴിഞ്ഞിട്ടില്ല. കമ്പം ദേ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മത്സര കമ്പാണ്. അതെ, മത്സര കമ്പം തന്നെ. കത്തിക്കും എല്ലാത്തിനും. രുക്മിണി ബഹളം ഉണ്ടാക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ വാടക വീട് ഇപ്പൊ ഒഴിയണം, ഈ നിമിഷം ഒഴിയണം. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിത്തരണം. ഇന്നിവിടെ വലിയ അലങ്കോലം നടക്കും. ഇത് തന്നെ പറ്റിയ അവസരം. പുരയ്ക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടണം. പെട്ടെന്ന് ഒന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ എഗ്രിമെന്റിനൊക്കെ ഒരു കാലാവധി ഇല്ലേ രമ്യടമ്മേ? നീ എന്നെ രമ്യയുടെ അമ്മ എന്നൊന്നും വിളിച്ച് സോപ്പിടണ്ട. വിളിച്ച് ശീലിച്ചു പോയതാ. ശീലിച്ചു പോയ പല കാര്യവും നീ മറന്നല്ലോ. ചെറുപ്പകാലം മുതൽ എന്റെ മകളെ മോഹിപ്പിച്ചതൊക്കെ നീ മറന്നുപോയല്ലോ. അവൻ മോഹിച്ചതല്ലല്ലോ രുക്മിണി. ആ പങ്കിച്ചു മോഹിച്ചതിന് ഇവനെന്ത് പഴിച്ചു? അതെ അതെ, 5ഉം 6ഉം കെട്ടുന്നവരുണ്ട്. ഒന്നുകൂടെ കെട്ടാൻ പറഞ്ഞാ ഈ പോഴന് താല്പര്യമില്ല. എനിക്ക് കൂടുതൽ നേരം നിങ്ങളോട് തർക്കിച്ച് നിൽക്കാൻ നേരമില്ല. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നേ പറ്റൂ. ഇങ്ങനെ കടുംപിടുത്തം പിടിക്കില്ല രുക്മിണി. ഞാൻ കടുംപിടുത്തം കാണിക്കുന്നത് തെറ്റല്ലേ? നിങ്ങളും നിങ്ങളുടെ മകനും കൂടി ചേർന്ന് എന്നോട് ചെയ്ത ചതി എന്താ? എന്റെ മോളെ ഇതുവരെ തലപൊക്കിയിട്ടില്ല. തലയ്ക്ക് നല്ല ഭാരം കാണും. കാരണം തല നിറയെ രാജ്യമായിരുന്നല്ലോ. കഷ്ടം. എന്താ നിങ്ങളെല്ലാരും മിണ്ടാ നിൽക്കുന്നേ? ഇറങ്ങി പുറത്ത്. ചട്ടിയും കലവും പാട്ടയൊക്കെ പെറുക്കി ഇറങ്ങിക്കോണം. പകരം ഒരു വീട് കിട്ടാതെ ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങാനാ? നിങ്ങൾക്കാണോ വീട് കിട്ടാൻ പ്രയാസം? നാട് നിറയെ കൊട്ടാരങ്ങളും മലനാട് നിറയെ തോട്ടങ്ങളുള്ള വലിയ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയല്ലേ മോൻ കെട്ടിയിരിക്കുന്നേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ കൊട്ടാരവും തോട്ടവും പ്രതീക്ഷിച്ചിട്ടല്ല എന്റെ മോൻ ഈ കുട്ടിയെ കെട്ടിയത്. ഈ കഥയൊന്നും എനിക്ക് കേക്കണ്ട. എനിക്ക് എന്റെ വാടക വീട് ഇപ്പൊ ഒഴിഞ്ഞു തരണം. ഒരു വീട് ഞങ്ങൾ കണ്ടെത്തട്ടെ ആന്റി. നാടോടികളെ പോലെ കെട്ടിപ്പറക്കി നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായല്ലോ. ഒരു കൂര ഇതുവരെ ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞില്ലേ? അതെ, പള്ളിയിന്നും പഞ്ചായത്തു നിന്നൊക്കെ തെണ്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരപേക്ഷ കൊടുക്ക്. രമ്യടമ്മേ, മര്യാദയോട് പറഞ്ഞല്ലോ. എന്താടാ കാര്യം പറഞ്ഞപ്പോ നിന്റെ രക്തം ചൂടായോ? വീടില്ലെങ്കിലേ ഒരു കുടിലുണ്ടാക്കാൻ പിരിവെടുക്കടാ. ഞാനും തരാം വല്ല 10 or 1000. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. ഇവിടെയുള്ള എന്റെ ഭാര്യയും മക്കളും നിങ്ങളെപ്പോലെ തരം താഴുകയില്ല. ഞങ്ങൾ മാറിത്തരാം. അതിനെ ഒരല്പസമയം ഞങ്ങൾക്ക് തരണം.
അരമണിക്കൂർ സമയം ഇനി തരത്തില്ല. മാറി തന്നേ പറ്റൂ. ഇതിൽ വർമ്മ സാറിന്റെ ഒപ്പില്ലെന്ന് ഒരു കോടതിയും പറയില്ല. ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് ഞാൻ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാ. അയ്യോ, അവള് വരുന്നു. ജേട്ടൻ രാജുവിന്റെ മുറിയിൽ എന്ത് ചെയ്യോ? അത് ഞാനേ അളിയന്റെ മുറിയിൽ ഫാൻ ഓണായി കിടക്കുന്നു. ഞാനത് ഓഫ് ചെയ്യാൻ കയറിയതാ. അല്ല, കറണ്ട് ബില്ല് എത്ര കൂടുന്നേ? അതിന് കറണ്ട് ചാർജ് കൊടുക്കുന്നത് ചേട്ടനല്ലല്ലോ. അല്ല, അതല്ല. ഷർട്ടിനകത്ത് എന്താ? ഒന്നുമില്ല, ഞാൻ കൈയിട്ടതാ. ഒരു വണ്ട് എടുത്ത് കളഞ്ഞ് ഇവിടെ കാണണം. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്നാ വാ, ആ രുക്മിണി ആന്റി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ നോക്ക്. പോ. എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ നിങ്ങൾ എല്ലാരും ഇങ്ങനെ മരക്കുറ്റികൾ പോലെ നിൽക്കുന്നത്? വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും പെരുമാറരുത് രമ്യടമേ. എനിക്ക് വ്യക്തിവൈരാഗ്യം തന്നെയാടാ. എന്താ സംശയം? നീയൊക്കെ ഒന്ന് ഓർത്തു നോക്ക്. എന്നോട് ചെയ്തത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? രുക്മിണി, നിങ്ങൾ വാടക ചീട്ട് എഴുതി ഞങ്ങൾക്ക് തന്ന വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് വാടകക്കാരനും വീട്ടുടമസ്ഥനും തമ്മിലുള്ള ഒരു ബന്ധത്തിലാ, ഒരു എഗ്രിമെന്റിലാ. അതും വ്യക്തികൾ തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങളും മകളും കൂടി അതിബുദ്ധി കാണിച്ച് എന്റെ മകന്റെ പെടലേക്ക് വലിഞ്ഞു കയറാമെന്ന് കരുതി. അവന് താല്പര്യമുള്ള പെണ്ണിനെയാ അവന് കല്യാണം കഴിക്കാൻ പറ്റൂ. അവനത് ചെയ്തു. കണ്ടില്ലേ, ഇങ്ങേരിപ്പോഴും മര്യാദയോട് തന്നെയാ പറയുന്നത്. കുറ്റക്കാര് ഞങ്ങളാണത്ര. ഇയാളും മകനും ഒക്കെ ഹരിചന്ദ്രന്മാർ. ഇനിയൊരു സെക്കൻഡ് സമയം ഞാൻ തരില്ല. ഇപ്പൊ ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം.